എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് ഷോളുമേ സാരിമേക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്രോഷ്യ വർക്കാണ്. ക്രോഷ്യ ചെയ്യുന്ന നൂല് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഹുക്ക് 1.0 mm ഹുക്ക്. നിങ്ങളുടെ കയ്യിൽ കോട്ടൺ ത്രെഡോ അല്ലെങ്കിൽ സിൽക്ക് ത്രെഡോ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുക ഏറ്റവും നല്ലത്. കാരണം ഇത് കനം കുറഞ്ഞ തുണി ആയതുകൊണ്ട് കനം കുറഞ്ഞ നൂലാണ് നല്ലത്. ഞാനിപ്പോൾ ഇത് വെച്ചാണ് ചെയ്യുന്നത്. ഇനി ഇത് തുണിമ എങ്ങനെ പിടിപ്പിക്കാൻ നോക്കാം. ഈ ഹുക്ക് ഈ നൂലിൻ്റെ ഉള്ളിൽ കൂടെ ഈ തുണിയുടെ ഉള്ളിൽ കൂടെ ആയിട്ട് ഇങ്ങനെ കടത്താം. എന്നിട്ട് ഈ നൂലടക്കം അങ്ങോട്ട് എടുക്കുക. അപ്പോൾ 2 നൂല് കിട്ടും, 2 ലൂപ്സ് കിട്ടും. ഹുക്ക് ഇങ്ങനെ ചെരിച്ച് ഈ 2 നൂലിൻ്റെ ഉള്ളിൽ കൂടെയും കടത്താം. അപ്പോൾ സിംഗിൾ ക്രോഷ്യ. ഇനി ചെയിൻ ചെയ്യണം. ഹുക്ക് ഇങ്ങനെ ചെരിച്ച് ഈ നൂലടക്കം ഈ നൂലിൻ്റെ ഉള്ളിൽ കൂടെ കടത്താം. 1 ചെയിനായി. 2 3 4. എന്നിട്ട് ഇതിങ്ങനെ വെച്ച് നോക്കുക എവിടെയോ വരികയെന്ന്. അപ്പോൾ അവിടെയല്ല, കുറച്ച് ബാക്കോട്ട് നീങ്ങിയിട്ട് ഹുക്ക് ഇങ്ങനെ കടത്തി ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. നൂലടക്കം ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ കടത്തുക, ഇങ്ങനെ കിട്ടും. വീണ്ടും ചെയിൻ ചെയ്യാം. 4 ചെയിൻ ചെയ്യാം. 1 2 3 4. വീണ്ടും ഇങ്ങനെ വെച്ച് നോക്കുക. അവിടെയെല്ലാം കുറച്ച് ബാക്കോട്ട് നീങ്ങിയിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. വീണ്ടും 4 ചെയിൻ ചെയ്യാം. 3 4. ഇങ്ങനെ വെച്ച് നോക്കി ഇവിടെ സിംഗിൾ ക്രോഷ്യ അങ്ങനെ ചെയ്യാം. ഞാൻ ഇത്ര ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ഇനി ഇതിങ്ങോട്ട് തിരിച്ച് പിടിക്കുക. തിരിച്ച് പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഹുക്ക് ഈ റൗണ്ട് ചെയ്തില്ലേ നമ്മൾ ചെയിൻ സ്റ്റിച്ച്, അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കടത്തി ഈ നൂലും കൂടെ എടുക്കുക. എന്നിട്ട് ഈ 2 ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടെ കടത്തും. സിംഗിൾ ക്രോഷ്യ. അങ്ങനെ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. 2 3 4 5 6 7 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഒരു സിംഗിൾ ക്രോഷ്യ കൂടി ചെയ്യാം. ഇനി അടുത്ത ഈ റൗണ്ട് ചെയ്തില്ലേ അവിടേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. 2 ചെയിൻ ചെയ്യാം. ഇനി ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. ഹുക്ക് ഇങ്ങനെ ചെരിച്ച് ഈ നൂലിൻ്റെ ഉള്ളിൽ കൂടെ ഹുക്ക് ഇങ്ങനെ കടത്തി. അപ്പോൾ 3 ലൂപ്സ് കിട്ടില്ലേ. ഫസ്റ്റ് 2 ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടെ കടത്തുക, വീണ്ടും 2 ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടെ കടത്തുക. അപ്പോൾ ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ. ഇനി വീണ്ടും ഡബിൾ ക്രോഷ്യ ചെയ്യാം. 2 3 4 5 6 7 ഡബിൾ ക്രോഷ്യ. ഇനി 3 ചെയിൻ ചെയ്യാം. 1 2 3. എന്നിട്ട് ഇവിടേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഹുക്ക് ഇങ്ങനെ കടത്തി ഈ നൂലിൻ്റെ ഉള്ളിൽ കൂടെ കടത്താം. കണ്ടോ, ഇങ്ങനെ കിട്ടും. ഇനി വീണ്ടും ഈ റൗണ്ട് ചെയ്തില്ലേ അവിടേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഈ 7 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. 1 2 3 ആയില്ലേ. 4 5 6 7 8 സിംഗിൾ ക്രോഷ്യ ചെയ്തു വരുമ്പോൾ ഈ ഡിസൈനിൽ കിട്ടും. ഇവിടെ 8 സിംഗിൾ ക്രോഷ്യ, ഇവിടെ 8 സിംഗിൾ ക്രോഷ്യ, ഇവിടെ ഡബിൾ ക്രോഷ്യ. ഇനി വീണ്ടും ഇവിടേക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. 2 ചെയിൻ ചെയ്യാം.
പിന്നെ ഡബിൾ ക്രോഷേ ചെയ്യാം. 8 ഡബിൾ ക്രോഷേ ചെയ്യാം. 1 2 3 4 5 6 7. ഇനി 3 ചെയിൻ ചെയ്യാം. 1 2 3. പിന്നെ ഇവിടേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇനി വീണ്ടും ഇവിടേക്ക് സിംഗിൾ ക്രോഷേ ചെയ്യാം. 8 സിംഗിൾ ക്രോഷേ ചെയ്യാം. ഈ പാറ്റേണിൽ അറ്റം വരെ ചെയ്യാം. സിംഗിൾ ക്രോഷേ ചെയ്യാം, പിന്നെ ഡബിൾ ക്രോഷേ, പിന്നെ സിംഗിൾ ക്രോഷേ, പിന്നെ ഡബിൾ ക്രോഷേ. അങ്ങനെ ചെയ്തു വരുമ്പോൾ ഈ ഡിസൈനിൽ കിട്ടും. ഇത് എത്ര നീളത്തിൽ വേണോ അത്ര നീളത്തിൽ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.